സ്തോത്രം. കരുണയുള്ള കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അത്യാദരവോടെ അർപ്പിച്ചുകൊണ്ട് എന്റെ ബഹുമാന്യ ദൈവകുഞ്ഞുങ്ങളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, അഭിഷിക്തരെ എല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്തു. പരമകാരുണികനായ മഹാദൈവത്തിന്റെ ഒരു സാന്ത്വന സന്ദേശത്തിനായി പ്രാർത്ഥനയോടെ ഈ പുലരിയിൽ നമുക്ക് കാതോർക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് ഒരു മാസക്കാലത്തോളമായിട്ട് ദൈവജനത്തോട് തിരുവചനവുമായി സംസാരിപ്പാൻ കഴിയാതെ വളരെ ബലഹീനനായിരുന്നെങ്കിലും ദൈവകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന എളിവന് ആരോഗ്യമായി തീർന്നു. നന്ദിയുണ്ട് കേട്ടോ, എല്ലാവരോടും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കർത്താവ് തന്റെ കുഞ്ഞുങ്ങളോട് അറിയിക്കാനായി നൽകിയ ഒരു ദൂതുണ്ട്. ആധാരമായിട്ട് ഞാൻ തിരുവഴുത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം, ശ്രദ്ധിച്ചട്ടെ. 37 സങ്കീർത്തനമാണ്, അതിന്റെ 18 വാക്യം. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ഞാൻ വാക്യം ഒരിക്കൽ കൂടെ ഉദ്ധരിക്കുന്നു. സങ്കീർത്തനം 37:18. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദൈവജനത്തിന് ഏറെ പരിചിതമായ സങ്കീർത്തന വേദഭാഗമാണ് വായിച്ചു കേട്ടത്. നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്ന ദൈവം, അവരുടെ അവകാശത്തെ ശാശ്വതമായി സൂക്ഷിക്കുന്ന ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പ്രതികൂലമായാലും അനുദിന ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, നിഷ്കളങ്ക ജീവിതം നയിക്കുന്ന വിശുദ്ധനാണോ അവൻ. നിന്റെ അവകാശത്തെ നാം ശത്രു തകർക്കാതെ ശാശ്വതമായി സൂക്ഷിക്കുന്ന ദൈവം. അതേ കുഞ്ഞെ, ദൈവം നിന്റെ നാളുകളെ അറിയുന്നു. നീ ഈ നാളുകളിൽ കടന്നു പോകുന്നതൊക്കെ ദൈവം അറിയുന്നുണ്ട്. നീ അനുഭവിക്കുന്ന വേദന, നെഞ്ചിന്റെ നീറ്റൽ, മനസ്സിന്റെ ഭാരം, ശരീരത്തിന്റെ വേദന, അപമാനം ഒക്കെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ദിനേന നിന്റെ ജീവിതത്തിൽ നേരിടുന്നതെല്ലാം അറിയുന്ന കർത്താവ് നിനക്കു വേണ്ടി ജീവിക്കുന്ന മക്കളെ, പരിശുദ്ധാത്മ നൽകിയ ഈ വചനത്തെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി നമുക്കിതേ അനുഭവത്തിലൂടെ കടന്നുപോയ ചില വ്യക്തികളെ പ്രാർത്ഥനയോടെ പരിശോധിക്കാം. ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് യോബിന്റെ ചരിത്രമാണ്. യോബിന്റെ ചരിത്രം, കഷ്ടരാത്രികളിലൂടെ, വ്യർത്ഥനാശങ്ങളിലൂടെ കടന്നുപോയ യോബ് എന്ന ഭക്തനെ കുറിച്ച് മഹാദൈവം പറയുന്ന ഒരു സാക്ഷ്യവാചകമുണ്ട്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യഹോവ സാത്താനോട് ചോദിക്കുക, എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായി ഭൂമിയിൽ ആരുമില്ലല്ലോ. യോബിനെ പറ്റിയുള്ള ദൈവത്തിന്റെ സാക്ഷ്യം, അവൻ നിഷ്കളങ്കനാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ സമകാലീനനായിരുന്നു നിഷ്കളങ്കനായ യോബെന്ന വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. യോബിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം എന്റെ പ്രിയപ്പെട്ടവരെ അസംഖ്യം ചോദ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാണാൻ കഴിയും. ദൈവം പിശാചിനോട് ചോദിക്കുന്നു, പിശാചി തിരിച്ച് ദൈവത്തോട് ചോദിക്കുന്നു, യോബ് ഭാര്യയോട് ചോദിക്കുന്നു, ഭാര്യ തിരിച്ച് ചോദിക്കുന്നു. സ്നേഹിതന്മാരുടെ ചോദ്യങ്ങൾ, സ്നേഹിതരോടുള്ള ചോദ്യങ്ങൾ, സ്നേഹിതന്മാർ തമ്മിലുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ 1 മുതൽ 37 അധ്യായം ചോദ്യങ്ങളാൽ നിറയപ്പെട്ടിരിക്കുക. എന്നാൽ എന്റെ സഹോദരങ്ങളെ, 38 മുതൽ 41 വരെയുള്ള 4 അധ്യായങ്ങൾ സർവശക്തനായ ദൈവം യോബിനോട് ചോദിക്കുന്ന 77 ചോദ്യങ്ങൾ കാണാം. ഹല്ലേലൂയ. എന്റെ കുഞ്ഞെ, ഏത് ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള അറിവും പ്രാപ്തിയും താങ്കൾക്കുണ്ടായിരിക്കാം, നല്ലതു തന്നെ. എന്നാൽ മഹാദൈവത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രാപ്തിയുണ്ടോ? എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകി യോബ് ദൈവം ചിലത് ചോദിച്ചപ്പോൾ 40:4 നിങ്ങൾ വായിക്കൂ, തൻ കൈകൊണ്ട് വായ് പൊത്തി എന്ന് വായിക്കുന്നു. സ്തോത്രം. ലോകത്തിൽ ഒരു ബുദ്ധിരാക്ഷസനും യുക്തി കൊണ്ട് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ, അത് മാത്രമല്ല കേട്ടോ, കേട്ടാൽ ചിരി വരുന്ന ചോദ്യങ്ങളും ദൈവം ചോദിക്കും. ഇതിലൊന്നാണ്, മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? മറ്റുള്ളവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പ്രാഗൽഭ്യത്തോടെ നൽകി യോബ് തമ്പുരാന്റെ ചോദ്യത്തിന് കേട്ടിട്ട് കൈകൊണ്ട് വായ്പൊത്തി നിൽക്കുന്നു. ഒടുവിൽ ഒരാത്മഗതം പോലെ താൻ പറയുന്നൊരു വാക്കുണ്ട്, തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട വാചകമാ. ഏതായത് 42-ാം അധ്യായം 2-ാം വാക്യം. ഓവേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. കുഞ്ഞെ, മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ എന്ന് ചോദിച്ചത് ആരാ? നിറമില്ലാത്ത, ഗുണമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത പച്ചവെള്ളത്തെ ഗുണമുള്ള, മണമുള്ള, നിറമുള്ള, രുചിയുള്ള വീഞ്ഞാക്കി മാറ്റാൻ കഴിവുള്ളവനാ ചോദിക്കുന്നത്. മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? ഉത്തരം, യഹോവേ, നിനക്ക് സകലവും കഴിയും. ഹല്ലേലൂയ. നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ല. ദൈവത്തിന്റെ 77 ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം, യഹോവേ, നിനക്ക് സകലവും കഴിയും. കുഞ്ഞേ, നിന്റെ മനസ്സിൽ നീ നിന്നോട് തന്നെ ചോദിക്കുന്ന എത്രയെത്ര ചോദ്യങ്ങളുണ്ട്. അതിന്റെ എല്ലാം ഉത്തരം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നിന്നെ വിളിച്ചു വേർതിരിച്ചു ദൈവത്തിൽ
ദൈവത്തിന്, അവൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന് സകലവും കഴിയും. ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അത് പരിഹരിച്ചു തരാൻ എന്റെ ദൈവത്തിന് കഴിയും. മക്കളെ, നീ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതികൂലം എന്തു തന്നെയായാലും അതൊന്നും നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിന് തടസ്സമല്ല കുഞ്ഞേ. യഹോവേ, നിനക്ക് സകലവും കഴിയും, നിന്റെ ഉദ്ദേശമെല്ലാം സാധിക്കും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ പേർ ഹല്ലേലൂയ തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അസാധ്യമെന്ന അകതാരിൽ കുഞ്ഞ് നിന്റെ മനസ്സിൽ അവൻ പിശാച് മന്ത്രിച്ച വിഷയങ്ങൾ പരിഹരിച്ചു തരാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. യഹോവേ, നിനക്ക് സകലവും കഴിയും എന്ന് പറഞ്ഞാൽ ചത്തുപോയ എന്റെ 10 പിള്ളേരെ ജീവനോടെ മടക്കിത്തരാൻ ദൈവത്തിന് കഴിയും. ശത്രു അപകരിച്ച് 7000 ആടിനെ 14,000 തിരികെ തരാൻ ദൈവത്തിന് കഴിയും. നഷ്ടമായ 3000 ഒട്ടകങ്ങളെ 6,000 തിരികെ തരാൻ കഴിയും. നഷ്ടമായ 1000 കാളയ്ക്ക് പകരം 2,000 തിരികെ തരാൻ ദൈവത്തിന് കഴിയും. 500 കഴുത നഷ്ടമെങ്കിൽ 1000 കഴുതയെ തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയും. എന്റെ ഈ ശരീരം, അതെ, എന്റെ ഈ ശരീരം നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി എന്നെ തിരുമുമ്പിൽ നിർത്താൻ എന്റെ ദൈവത്തിന് കഴിയും. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. പ്രതികൂലത്തൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, വിശ്വാസത്താൽ വിളിച്ചു പറയുക, എന്റെ ദൈവത്തിന് സകലവും കഴിയും. ആമേൻ, ആമേൻ, ആമേൻ. നഷ്ടങ്ങളുടെ ആഴക്കുഴിയിൽ വീണുപോയ മനുഷ്യൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുക, യഹോവേ, നിനക്ക് സകലവും കഴിയും. ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ മഹാപ്രപഞ്ചത്തെ വിളിച്ചു വരുത്തിയ യഹോവേ, നിനക്ക് സകലവും കഴിയും. വഴിതെറ്റിപ്പോകുന്ന തലമുറയുടെ ഭാവിയോർത്ത് നെടുവീർപ്പെടുന്ന ദൈവ പൈതലേ, നിന്റെ കുഞ്ഞിനെ നീതിയുടെ പാതയിലേക്ക് നടത്താൻ ദൈവത്തിന് കഴിയും. മാരക രോഗത്തിന്റെ തീരാത്ത വേദനയിൽ നീറി കഴിയുന്ന ജീവിതമേ, നിനക്ക് പൂർണ്ണ സൗഖ്യം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്. ഇന്ന് പകലിൽ കർത്താവിൽ നിന്ന് സൗഖ്യം നീ അവകാശമാക്കാൻ പോവുകയാണ്. കാലുവെച്ചെടുത്തെല്ലാം പരാജയമാണോ? തുടങ്ങിയതെല്ലാം നഷ്ടമാണോ? നിന്നെ വിജയത്തിലെത്തിക്കാൻ ദൈവത്തിന് കഴിയും. പ്രായം അധികരിക്കുകയാ അല്ലേ? പക്ഷേ വാഗ്ദത്തം ഇനിയും കിടക്കുന്നുണ്ടല്ലോ. എങ്കിലും ഇനിയൊരു കുടുംബജീവിതം നിനക്ക് സ്വപ്നം കാണാൻ പോലും അവകാശമില്ലെന്ന് ചിന്തിക്കുകയാ. സഹോദരി, നിനക്ക് തക്ക തുണയെ ഒരുക്കി തരാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. പരിഹാരത്തിന്റെ, അത് പരിഹാസത്തിന്റെ, അപമാനത്തിന്റെ നെല്ലിപ്പലകയും കണ്ടു കഴിഞ്ഞു. ഇനി ചെയ്യാനൊന്നുമില്ല, കഴിക്കാത്ത വഴിപാടുകളൊന്നുമില്ല, ഹല്ലേലൂയ, ചെയ്യാൻ മരുന്നുകളില്ല. ഇനി ഒരു തലമുറ ഉണ്ടാകുന്ന പ്രതീക്ഷയില്ല. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നിനക്ക് തരാൻ, ഈ സാഹചര്യത്തിൽ നിനക്ക് തരാൻ എന്റെ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവിന്റെ ആലോചന ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ശത്രു നിന്റെ കയ്യിൽ നിന്ന് അപഹരിച്ച നന്മകളെല്ലാം ഇരട്ടിയായി മടക്കി തന്ന് നിന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. 10 കുഞ്ഞുങ്ങളിൽ ഒരാളെങ്കിലും ശേഷിച്ചിരുന്നെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയുമെന്നല്ല, 10 നഷ്ടമായാലും ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയും. 7000 ആടിൽ 10 ഉണ്ടായിരുന്നെങ്കിൽ അത് വെറ്റുപെരുകി വർദ്ധിച്ചെന്നല്ല, 7000 ആടും ചത്തുപോയാലും 14,000 മടക്കി തരാൻ ദൈവത്തിന് കഴിയും. അതേ പ്രിയപ്പെട്ടവരെ, ഒരു സാധ്യതയും ശേഷിക്കാത്ത സ്ഥലത്ത് നിഷ്കളങ്കനായ ഭക്തൻ പറയുന്നു, യഹോവേ, നിനക്ക് സകലവും കഴിയും. സാഹചര്യം നോക്കിയാൽ നഗ്നനേത്രങ്ങൾക്ക് ദൃഷ്ടിഗോചരി ഭവിക്കുന്ന ഒരു നന്മയും കാണാനില്ലേ? സാരമില്ല, അദൃശ്യമണ്ഡലത്തിൽ നന്മ ഇരട്ടിയാക്കാനുള്ള ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ. 42 അധ്യായത്തിന്റെ 12 വാക്യം നോക്ക്. നഷ്ടമായതെല്ലാം, ശത്രു അപഹരിച്ചതെല്ലാം ഇരട്ടിയായി മടക്കിക്കൊടുത്ത ദൈവം ആമേൻ തന്റെ കുഞ്ഞിനെ ആദരിച്ച കണക്ക് പറയുന്ന നോക്കൂ. 14,000 ആട്, 6,000 ഒട്ടകം, 1000 കാള, ആമേൻ ആമേൻ, അതേ പെൺകഴുത, ആമേൻ 1000, അങ്ങനെ ആകെ മൃഗങ്ങളുടെ എണ്ണം 26,000. ഒരു സംശയം, ഈ നന്മയൊക്കെ എവിടെയായിരുന്നു? കഷ്ടതയുടെ 37 അധ്യായങ്ങളിൽ ഇതിനെ ഒന്നും കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഉത്തരം പറയാൻ കേട്ടോ. ഒരിക്കൽ ദൈവം പിശാചിനോട് ചോദിച്ചു, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? അങ്ങനെയെങ്കിൽ ഭക്തനെ ദൃഷ്ടി വയ്ക്കുന്ന, തുറിച്ചു നോക്കുന്ന ശത്രുവിന്റെ കണ്ണുകളുണ്ട്. അവന്റെ കണ്ണിൽ പെട്ടതൊക്കെ അവൻ അപഹരിച്ചെങ്കിൽ തന്റെ കുഞ്ഞിനു വേണ്ടി സ്വർഗം ഇരട്ടിയായി കരുതി വെച്ചത് ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ദൈവം സൂക്ഷിച്ചു. പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല കേട്ടോ. ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും സ്വർഗം നന്മ ഇരട്ടിയാക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷേ ശത്രുവിന്റെ കണ്ണിൽപ്പെട്ടില്ല. മക്കളെ, ഇപ്പോ നിന്റെ കണ്ണിന് മുൻപിൽ ഒരു നന്മയും കാണുന്നില്ലെങ്കിലും തക്ക സമയത്ത് വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ കരുതൽ തമ്പുരാൻ മറച്ചു വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്നെയും
അവൻ നിനക്കുള്ളതിനെയും തകർത്ത് കളയാൻ ദൃഷ്ടി വയ്ക്കുന്ന കണ്ണുകൾ, തുറിച്ചു നോക്കുന്ന കണ്ണുകൾ, ഊടാടി സഞ്ചരിക്കുന്ന കണ്ണുകൾ ഉണ്ടായിട്ടും ഇന്നും നിനക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ പ്രിയപ്പെട്ടവർക്ക്, നിന്റെ നന്മയ്ക്ക് കേടുപറ്റാതിരിക്കുന്നത് ശത്രുവിന്റെ കണ്ണിൽ നിന്ന് ദൈവം തമ്പുരാൻ മറച്ചു സൂക്ഷിക്കുന്നത് കൊണ്ടാ. സ്തോത്രം ചെയ്യണം കേട്ടോ, ദൈവത്തിന് നന്ദി പറയണം. ദൈവം യോബിനെ കുറിച്ച് സാത്താനോട് പറയുമ്പോൾ ചോദിച്ചൊരു വാക്ക് ശ്രദ്ധിക്കണം. നിഷ്കളങ്കനായ യോബിനെ ദൃഷ്ടിവെച്ചോ, ദൈവഭക്തനായി യോബിനെ ദൃഷ്ടിവെച്ചോ, ദോഷം വിട്ടകലുന്ന യോബിനെ ദൃഷ്ടിവെച്ചോ. അതല്ലാതെ അവൻ 7000 ആടുള്ള യോബിന്റെ മേൽ ദൃഷ്ടിവെച്ചോ എന്നല്ല കേട്ടോ, 3000 ഒട്ടകമുള്ള യോബിന്റെ മേൽ ദൃഷ്ടിവെച്ചോ എന്നല്ല, നിഷ്കളങ്കനായ യോബിന്റെ മേൽ ദൃഷ്ടിവെച്ചോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതൊരു സമ്പത്തിനേക്കാളും സ്വർഗത്തിലെ ദൈവം വിലമതിക്കുന്നത് കുഞ്ഞെ നിന്റെ നിഷ്കളങ്കതയ്ക്കാണ്. അതല്ലേ നമ്മുടെ കുറിവാക്യം, 37-ാം സങ്കീർത്തനം 18-ാമത് വാക്യം. നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്ന ദൈവം അവരുടെ അവകാശത്തെ ശാശ്വതമായി സൂക്ഷിക്കും. തിരുവചനത്തില് ഈ ദൈവം നോഹയെ നിഷ്കളങ്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് നിഷ്കളങ്കനായിരിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നുമുണ്ട്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നു, കുഞ്ഞെ നീ വേർപാട് പാലിക്കണം, വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളയണം. 12-ൽ കൽപ്പന വേർപാടായിരുന്നെങ്കിൽ 15-ൽ ദൈവം അബ്രഹാമിനെ വിളിച്ചത് ധൈര്യപ്പെടുത്താൻ വേണ്ടിയാ. 5 രാജാക്കന്മാരെതിരായി നിൽക്കുകയാ. ദൈവം ആലോചന പറഞ്ഞ് 5 അല്ല 5 രാജാക്കന്മാർ കൂടെ, 5 5 10 രാജാക്കന്മാരുടെ സൈന്യവും നിനക്കെതിരായി വന്നാലും ഞാനാ നിന്റെ പരിച. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാനാ നിന്റെ പരിച. ഹല്ലേലൂയ. ഉൽപ്പത്തി 17-ൽ ദൈവം വീണ്ടും അബ്രഹാമിനെ വിളിച്ചു. അങ്ങനെയാ ഒരിക്കൽ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ കൂടെ നിന്നെ വിളിക്കും. ഹല്ലേലൂയ. എന്താ 17-ൽ ദൈവകൽപ്പന? നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. 75-ാം വയസ്സ് വിളികെട്ട് ഇറങ്ങിയതാ, കൊല്ലം 24 കഴിഞ്ഞു. 75ഉം 24ഉം 99 വയസ്സ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ 99ആണ് അബ്രഹാമിന്റെ പ്രായം. പക്ഷേ ദൈവം പറയുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. സ്വാഭാവികമായി ഒരു ചോദ്യം ഇവിടെ വരാം, ഈ വയസ്സാം കാലത്ത്, ഈ 99-ാം വയസ്സിൽ എന്നാ കളങ്കം പറ്റാനാ? ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ സെഞ്ചുറി തികയും. എബ്രായ ലേഖനകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതെ 11:12, എബ്രായർ 11:12 മൃതപ്രായനെന്നാ പറഞ്ഞിരിക്കുന്നത്. മൃതപ്രായനായവൻ ഇനിയുള്ള കാലം എന്തോ കളങ്കം പറ്റാൻ. മക്കളെ, തമ്പുരാൻ വെറുതെ പറയത്തില്ല കേട്ടോ. പലപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. പ്രായാധിക്യമായതുകൊണ്ട്, മൃതപ്രായമായതുകൊണ്ട് കളങ്കം പറ്റില്ലെന്ന് കരുതല്ലേ. നിത്യതയിലെത്തുന്നതുവരെ വിശുദ്ധനെ വീഴ്ത്താൻ ദൃഷ്ടിവെക്കുന്ന ദുഷ്ടനുണ്ടെന്ന കാര്യം മറന്നുപോകരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇറങ്ങി പുറപ്പെട്ട ശേഷം 24 കൊല്ലത്തിനിടെ താമസയിടങ്ങളിലൊക്കെ യാഗപീഠം പണിത് ആരാധന നടത്തിയ അബ്രഹാമിനോട് ദൈവം ഇപ്പോഴും ആവശ്യപ്പെടുകയാ, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. എന്നാൽ യോബ് അങ്ങനെയല്ല കേട്ടോ. സ്തോത്രം. ദൈവം പറയുന്നു, എന്റെ ദാസൻ അയ്യോബിനെ പോലെ നിഷ്കളങ്കൻ വേറെ ആരുമില്ലല്ലോ. അവനോട് നിഷ്കളങ്കനായിരിക്കാൻ പറയേണ്ട കാര്യമില്ല, അവൻ നിഷ്കളങ്കനാ. മക്കളെ, ഇങ്ങനെയൊരു സാക്ഷ്യം നമ്മെക്കുറിച്ചും ദൈവം പറയണം. തൊലിയും ചുളുങ്ങി, മുടിയും നരച്ച്, നടുവും വളഞ്ഞ്, പല്ലും കൊഴിഞ്ഞപ്പോ നിഷ്കളങ്കനായെന്നല്ല, നവയൗവനത്തിന്റെ പ്രസരിപ്പ് ശരീരത്തിൽ തുടിക്കുമ്പോഴും എന്റെ ദാസനെ പോലെ നിഷ്കളങ്കനാരുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നിഷ്കളങ്കതയുടെ അടിസ്ഥാനത്തിലാ ദൈവത്തിന് യോബിനോടുള്ള ബന്ധം. നേരിന്റെ അടിസ്ഥാനത്തില, ഭക്തിയുടെ അടിസ്ഥാനത്തില, ദോഷം വിട്ടകലുന്നതിന്റെ അടിസ്ഥാനത്തില ദൈവത്തിന് ഭക്തനുമായുള്ള ബന്ധം. ആമേൻ പറയണം. ഇന്ന് പകലിൽ മക്കളെ, ഈ പുലരിയിൽ നീയും ദൈവവുമായുള്ള ബന്ധം എന്തിന്റെ അടിസ്ഥാനത്തിലാ? ചിന്തിക്കണം കേട്ടോ. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? പള്ളി പണിതതിന്റെ ബന്ധത്തിലാണോ? പുരോഹിതന്റെ ഭവനത്തിൽ ജനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ അടിസ്ഥാനത്തിലാണോ? കുഞ്ഞെ, ഇതൊന്നും ദൈവവുമായുള്ള ബന്ധത്തിന് പര്യാപ്തമാകില്ല. മുകളിൽ പറഞ്ഞതൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഓമനപ്പുത്രന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണെങ്കിൽ ആ ബന്ധമാണ് നിത്യതയിലും നിലനിൽക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ കഴുകപ്പെട്ടെങ്കിൽ ദൈവം നിന്നെ നീതിമാനായി പ്രഖ്യാപിക്കും. അതെ, രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്ക് സ്വർഗീയ പിതാവുമായുള്ള ബന്ധം ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. മക്കളെ, പുത്രന്റെ രക്തം നിന്നെ കഴുകി വെടിപ്പാക്കിയെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, അന്ത്യത്തോളം ദൈവം മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. കർത്താവ് നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. മഹാദൈവം നിന്നെ ചൂണ്ടിപ്പറയണം, എന്റെ ദാസനെ പോലെ നിഷ്കളങ്കൻ ആരുമില്ലല്ലോ. ഈ 99-ാം വയസ്സിൽ അബ്രഹാമിനോട് നിഷ്കളങ്കനായിരിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം എന്താ? അങ്ങനെ ചോദിച്ചാൽ, വിളിച്ചിറക്കിയപ്പോ മുതൽ ദൈവത്തിനൊരാഗ്രഹം ഉണ്ടായിരുന്നു, അബ്രഹാമിന്റെ വീട്ടിലൊന്ന് പോകണം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ. ദൈവകുഞ്ഞുങ്ങളുടെ നല്ല മനസ്സാക്ഷി ഉണർത്താൻ വേണ്ടി പറയുമ്പോൾ ദൈവം ഭക്ഷണം കഴിക്കത്തില്ലെന്നുള്ള തിയോളജി കൊണ്ട് വായടപ്പിക്കാൻ നോക്കാതെ പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കുക. അതെ, ദൈവത്തിനൊരാഗ്രഹം അബ്രഹാമിന്റെ വീട്ടിൽ പോകണം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം, എന്നിട്ട് അവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. അതിന് പക്ഷേ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിഷ്കളങ്ക
നിഷ്കളങ്കതയുണ്ടാകണം. അപ്പൊ ചോദിക്കും, അബ്രഹാം കളങ്കമുള്ളവനായിരുന്നോ? സംശയമുണ്ടോ? അത്യാവശ്യം വന്നാൽ ഭാര്യ പെങ്ങളാണെന്ന് പറയും. വാഗ്ദത്തം മറന്ന് ദാസിയെ ഭാര്യയാക്കും. സ്വത്രം അവൻ മറ്റു വഴിയില്ലെങ്കിൽ തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ തള്ളയോടൊപ്പം ഇറക്കിവിടും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അമീൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അമീൻ, പുരോഹിതനായ മൽക്കീസേദക്കിന് ദശാംശം കൊടുക്കുകയും അപ്പവും വീഞ്ഞും അനുഭവിക്കുകയും ചെയ്യും. സ്വത്രം. ചിലരുടെ ചിന്ത ദശാംശം കൊടുത്താൽ തിരുമേശ അനുഭവിച്ച പ്രശ്നം തീരുമെന്ന. ഇല്ല മക്കളെ, ജീവിതത്തിൽ നിഷ്കളങ്കത ആവശ്യമാണ്. ദൈവം നിന്റെ കൂടാരത്തിൽ വരണമെങ്കിൽ നീ ദൈവമുമ്പാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കണം. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവൻ അബ്രഹാം. പക്ഷെ സ്വർഗവും തൃക്കണ്ണ് നിർമ്മലമല്ലല്ലോ. തമ്പുരാൻ പറഞ്ഞു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവത്തിന് അബ്രഹാമിന്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ കളങ്കമുള്ള കൈകൊണ്ട് തരുന്ന ഭക്ഷണം എങ്ങനെ കഴിക്കും? മനസ്സിലാക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ശ്രദ്ധിക്ക്, 17 നിഷ്കളങ്കനാകാൻ ദൈവം പറഞ്ഞത് അവനനുസരിച്ചു. അടുത്ത അധ്യായത്തിൽ ത്രിയേക ദൈവം അവന്റെ വീട്ടിൽ ചെന്ന്, കൂടാരത്തിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു. ആമേൻ. എന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന മക്കളെ, ഇന്ന് പുലരിയിൽ നീ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ക്രമീകരിക്കപ്പെടുമെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ ദൈവം നിന്റെ വീട്ടിലെത്തും. കുഞ്ഞേ, നാളുകൾക്ക് മുമ്പ് ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ തമ്പുരാന് നിന്റെ വീട്ടിൽ വരാൻ ആഗ്രഹമുണ്ട്. സ്വർഗം പറയുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. 17 നിഷ്കളങ്കരാകാൻ പറഞ്ഞു. 18 നിഷ്കളങ്കന്റെ കൂടാരത്തിൽ ദൈവം വന്ന് പറഞ്ഞ അടുത്ത വർഷം ഞാൻ വീണ്ടും വരും. 25 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ വാഗ്ദത്തം അന്ന് നിന്റെ കയ്യിലുണ്ടായിരിക്കും. സ്വത്രം. 21 വാഗ്ദത്ത സന്തതിയെ ദൈവം കൊടുക്കുകയാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ആലോചന ഏറ്റെടുക്കാൻ എന്റെ കുഞ്ഞ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് പറയും, യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു. അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകത്തില്ല. ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. അത് പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കനായ അയ്യോബിന്റെ വാക്കുകൾ നമുക്കും ഏറ്റു പറയാം. യഹോവേ, നിനക്ക് സകലവും കഴിയും. എന്റെ സ്ഥിതി മാറ്റാൻ നിനക്ക് കഴിയും. എന്റെ വേദന മാറ്റാൻ നിനക്ക് കഴിയും. എന്റെ തലമുറകളുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഞാൻ അനുഭവിക്കുന്ന ഞെരുക്കത്തിനൊരു പരിഹാരം വരുത്താൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ വാക്ക് നിന്റെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. യഹോവേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം എല്ലാം സാധ്യമെന്നും ഞാൻ അറിയുന്നു. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാവോ മക്കളെ? ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? യേശുവേ, വിശുദ്ധനായിട്ടല്ല, വിശുദ്ധിയിൽ തികഞ്ഞവനായിട്ട്, നിഷ്കളങ്കനായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനതിനായി പരിശ്രമിക്കും. എന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. കർത്താവേ, അവിടുന്ന് എന്റെ ഭവനത്തിൽ വരണമേ. എന്റെ ഈ മൺകൂടാരത്തിലും അവിടുന്ന് ഇറങ്ങി വരണമേ. എന്റെ ഹൃദയത്തിന്റെ ശ്രീകോവിലങ്ങ് വസിക്കണമേ. ഹല്ലേലൂയ. അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചതുപോലെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ എന്റെ ജീവിതം വചനപ്രകാരം ക്രമീകരിക്കാം. സഹായിക്കണേ അപ്പാ, സഹായിക്കണേ. ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവനെ പോലെ നിഷ്കളങ്കൻ ആരുമില്ലല്ലോ എന്ന് പറയുവാൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ദൈവവചനം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ ബലഹീനായ എളിയവനെ സഹായിച്ച മഹാദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ക്ഷീണമുണ്ടായിരുന്നു മക്കളെ. ഒത്തിരി വേദനയിലൂടെ, ക്ഷീണത്തിലൂടെ കടന്നുപോയെങ്കിലും ആമേൻ, ദൈവകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ആമേൻ ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്നുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം വീണ്ടും ബലം തന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. ഈ സന്ദേശം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർ കൂടെ പകർന്നു കൊടുക്കണമേ. അങ്ങനെ സുവിശേഷ വേലയുടെ ഭാഗമാകാൻ ദൈവം ഒരു അവസരം തരികയാണ്. കർത്തവല്ലവരെയും സഹായിക്കട്ടെ. ദൈവകുഞ്ഞുങ്ങൾ അറിയിക്കുന്ന വിഷയങ്ങൾ വളരെ ക്ഷീണിതാവസ്ഥയിലും ഞാൻ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇനിയും പ്രാർത്ഥിക്കും. മറുപടി നൽകി ദൈവം നിങ്ങളെ മാനിക്കും. അങ്ങനെ ദൈവം മാനിച്ചതിനെ പറ്റിയുള്ള സാക്ഷ്യ സന്ദേശങ്ങൾ ദൈവകുഞ്ഞുങ്ങൾ പറയുന്നു കേൾക്കുമ്പോൾ ബലഹീനതയുടെ നടുവിലും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ എളിവന്റെ ഉള്ളിൽ ആഗ്രഹം വർദ്ധിക്കുകയാണ്. തുടർന്നും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം. നമ്പർ ഇതാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കേട്ടോ. നമ്പർ ഇതാണ് 9072141834. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിലും വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെ കൃപയുടെ കരങ്ങളിൽ താണിരിക്കാം. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.